വൈഫിന് പൂച്ച മാന്തി. അങ്ങനെ സഹകരണ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ പുതിയ സ്ട്രക്ചറുകളൊക്കെ ഇട്ടിരുന്നു. കുട്ടികളവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈഫിനെ ടി ടി എടുത്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോൾ പറഞ്ഞ റിയാക്ഷൻ ആകുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡ്യൂട്ടിയാ അങ്ങനെ ഇവിടുന്ന് കോഴിക്കോട് വന്നിട്ട് ചെറിയ കാഴ്ചകളൊക്കെ എടുത്ത് ഫോട്ടോ വിലക്കിയിരുന്നു. അങ്ങനെ കോഴിക്കോട് പോകാൻ പ്ലാൻ ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോകുന്ന പോക്കിൽ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ MR വടകര കയറി ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു. ഫുഡ് കഴിച്ചു ശേഷം നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. വടകര MR ബിരിയാണിയും ബീഫ് ചില്ലിയും ഒക്കെ പറഞ്ഞു. പക്ഷേ ബിരിയാണി സിഗ്നേച്ചർ ബിരിയാണിയാണെന്ന് തോന്നിയില്ല. മസാലയൊക്കെയുള്ള MRൻ്റെ ഒരു സിഗ്നേച്ചർ ബിരിയാണി ഖത്തറിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഫുൾ ബംഗാളികളെ കൊണ്ട് കളിയാണ് അവിടെ. മലയാളി ആരാന്ന് പോലും തിരിയുന്നില്ല, മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മോശൻ പോണെന്ന് ഭയങ്കര പരിഷ്കാരി ഗൈസ്. പരിഷ്കാരിയുടെ മോള് ഒരു പൂച്ച ദൂരവേദന പയഞ്ചനാക്കി ഗൈസ്. തൂക്കി വെക്കുന്നതായിരിക്കും വേണേ പറയാം. രണ്ട് സമൂസ ഇതല്ല ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ച് സമൂസ എന്താണ് പറ്റിക്കുകയാണ് ഗൈസ്. ഇതിലൊന്നുമില്ല. ഹലോ, അങ്ങനെ 2 മണിക്കൂറത്തെ ട്രാഫിക്കിന് ശേഷം ഞങ്ങൾ വിംസിലേക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ മെഡിസിൻ ഇല്ലായിരുന്നു. അങ്ങനെ വിംസിലെത്തി. വിംസിലെത്തിയപ്പോഴാണ് യാദൃശികമായി അറിയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മകൾ ഇവിടെ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുണ്ടായിരുന്നു അത് സെയിം ടൈം ഡ്യൂട്ടിയിൽ. അപ്പോൾ അവളും വിസിറ്റ് ചെയ്യുന്ന സീനാണ് ഇനി അങ്ങോട്ട്. എൻ്റെ ഏട്ടൻ്റെ മോളാണ് ഡോക്ടർ ഷസ്ന. അവളെ വിസിറ്റ് ചെയ്യാൻ വന്നാണ്. വിംസിലെ ഡോക്ടറാണ്. വിസിറ്റ് ചെയ്യാൻ വന്നാണ്. സൈറ്റ് വിസിറ്റ് ഓവറാക്കുന്നതാണ് കേസ്. ബ്രദറിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദർ EP ഫൈസലിൻ്റെ 2ാമത്തെ മകളാണ് ഡോക്ടർ ഷസ്ന. അപ്പോൾ അവളുടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെയായിരുന്നു വിംസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കത്തിയൊക്കെ അടിച്ചു. ഞാൻ പണ്ട് എടുത്ത് കുറേ നടന്ന കുട്ടിയാണ് ഈ കുട്ടി. ഇപ്പോൾ അവൾ ഡോക്ടറെ വലിയ പുള്ളിയായി. അപ്പം പിന്നെ ഡോക്ടർമാർ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കുറച്ച് റിലാക്സ് ചെയ്തു. അങ്ങനെ ഒരു 2 മണിക്കൂർ അവിടെ നിന്നു. പിന്നെ വീട്ടിലിട്ട്. എങ്ങനെയുണ്ട് കോഴിക്കോട് വിംസിൽ എക്സ്പീരിയൻസ് പറയൂ. അപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നു അതെല്ലാം പറഞ്ഞു ഓടിയിട്ട് ഇപ്പൊ പൂച്ച അടിച്ചു നോക്കിയപ്പോ എല്ലാത്തിനും ഞാമാണ് ഗൈസ്. മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ എന്താടാ പണ്ടിളക്കണാക്കി ഇളക്കണ. അങ്ങനെ ഞങ്ങൾ സാഗറിലേക്ക് വിട്ട് എല്ലാവരും. പണ്ടേ എൻ്റെ ഉപ്പ നൊസ്റ്റാൾജി പറയുന്നത് സാഗറിലെ മീൻ കറിയും പൊറാട്ടയും. അത് കേട്ട് രാത്രി നട്ടപ്പാതിര 12 മണിക്ക് എൻ്റെ അളിയനും പറഞ്ഞ അടിപൊളിയാണ്. പോയി ഓർഡർ ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല, അമ്മോഷനും ഇഷ്ടപ്പെട്ടില്ല, അവിടുത്തെ ഒരു ഫുഡും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ആ ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഉപ്പയൊക്കെ പറഞ്ഞത്. പിന്നെ പൂച്ച കടിച്ച കഥ. പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവൾ മന്ദം പുറത്തു പോയി. അപ്പോൾ പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നീട്ടി വെച്ചപ്പോൾ ഉപ്പ വിളിച്ചു അവളെ. അപ്പോൾ അസ്ബി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയത് ആ പൂച്ച അവളുടെ കയ്യിൽ ചിക്കൻ കാല് കണ്ട് സഹിക്ക പിഴിയാതെ പിടിച്ച് മാന്തി. അങ്ങനെ ഞങ്ങൾ ശരവേഗത്തിൽ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോന്നു. ആ കടിച്ച പൂച്ചയെ ഞാൻ ഡെഡ് ബോഡിയാക്കി ബാർബിക്യൂ ആക്കി മുബഷറിന് വെച്ച് നീട്ടി. അവൻ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്, വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഗേറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഗേറ്റ് ഓപ്പൺ ആക്കണം. ഒരു മിനി കാടാണ് ഗൈസ്. വിചാരിക്കുന്നത് കാട്ടിലൂടെ വേണം വീട്ടിലെത്താൻ. കാട് കാട് ഫാഷൻ കൂട്ടാണ്. നല്ല രാത്രി കാണാൻ നല്ല വൈബാണ്. പിന്നെ ലൈറ്റിലൂടെ ഞാൻ ഗേറ്റ് അടക്കാൻ വേണ്ടി പോയി. പിറ്റേന്ന് രാവിലെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പണിക്കാരൊക്കെ നോക്കി ചുമ്മാ ഒരു ചായയും കുടിച്ച് വീട്ടിൽ വരുന്നു. പണിക്കാരനെ പണിയെടുത്ത് ഞാൻ ഫോണും തോണ്ടിയിരുന്നു. പിന്നെ നല്ല നെയ്ത്തലും റോസ്റ്റ് കഴിച്ചു. അതിനുശേഷം നല്ല
പിന്നെ ഉമ്മ ഉണ്ടാക്കി മീൻകറി ഉണ്ടായിരുന്നു, നല്ല അയിലക്കറി, നാളെ പുട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു, അത് കഴിച്ച്. രാത്രിയാണ് എന്തെങ്കിലും സംഭവം കഴിച്ചിട്ടോ. ആ പുട്ടും നൊസ്റ്റും അല്ലേ, ഫ്രഷ് അയില ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു. ഞാനിവിടെ ഡബ്ബിയും മൂവിശ്ശേരി ഇത് നോക്കി ചെറുക്കുന്നത് ഗൈസ്, എന്താ ചെയ്യാ.